ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഗ്ലോബൽ വില്ലേജ് ആണ്. അപ്പോൾ ഏകദേശം വൈകുന്നേരമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ആകാശമായിരുന്നു കേട്ടോ. സെൻറ്റർ പോയിൻ്റ് മെട്രോ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണെങ്കിൽ ഒടുക്കത്ത തിരക്ക്. നമ്മുടെ അവിടുന്ന് 102 ആണ് അങ്ങോട്ട് പോകുന്നത്. നോക്കുമ്പോൾ വലിയ ലൈനാണ്. അവസാനം അതിൻ്റെ നടത്തിപ്പുകാരൊക്കെ വന്നിട്ട് മറ്റേ ക്യൂ മാനേജറൊക്കെ വെച്ച് ചെറിയ ചെറിയ വരിയൊക്കെ ആക്കി ഒരു 1.5-2 മണിക്കൂറോളം വരിക്ക് നിന്നിട്ടാണ് അവസാനം നമ്മൾ എത്തിയത്. നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് കാലം പോസ്റ്റ്പോൺ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് വന്നത്. സാലറി കിട്ടിയിട്ടൊക്കെ പോകാം, ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം. എല്ലാ പ്രാവശ്യവും ഗ്ലോബൽ വില്ലേജിൽ നമ്മൾ പോകാറുണ്ട്. എക്സ്പോ ആയാലും നമ്മൾ പോയിട്ടുള്ളതാണ്. ഇപ്രാവശ്യം പവലിയനിൽ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ കൂടുതൽ ഫുഡ് കഴിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെന്ന വഴി ആദ്യം കയറിയിട്ടുള്ളത് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. തായ്ലാൻഡിലെ ആയാലും ഒക്കെ സ്പെഷ്യൽ ഫുഡ് നീരാളിനെ അടക്കം നമുക്ക് കിട്ടുന്ന സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ആദ്യം ഫുഡ് കഴിക്കാൻ കയറിയത്. കഴിച്ചിട്ടുള്ളത് ഫ്രൈഡ് ചിക്കൻ പോലെ ഫ്രൈഡ് പ്രോൺസ് ആണ് കഴിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു ബീഫ് സ്റ്റീക്കിൻ്റെ ഓർഡറും കൊടുത്തിട്ട് നമ്മൾ സ്ഥലങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഒരുവിധം എല്ലാ ഭാഷകളും എല്ലാ കലാരൂപങ്ങളും എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അറിഞ്ഞിട്ടൊന്നല്ല, പക്ഷേ ആ ഒരു വൈബ് അതിൻ്റെ ഒപ്പം ആസ്വദിക്കുമ്പോൾ ഒരു രസമാണ്. അങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി തിരിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ നമ്പർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കൈ കിട്ടിയിട്ടുണ്ട്. ബീഫ് സ്റ്റീക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പീസായിട്ടൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതുവരെ എന്താ പറയുക, മിൻസ് ചെയ്തിട്ടുള്ള ബീഫാണ്. അതോടുകൂടി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, കുറച്ച് ചീസ് ഉണ്ട്. പക്ഷേ ചീസ് എനിക്ക് കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ എന്തായാലും സാധനം കൊള്ളായിരുന്നു. നല്ല ചൂടോടുക്കനെ അതങ്ങനെ കഴിച്ചിട്ട് നമ്മൾ പിന്നെയും സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോകാനായിട്ട് റെഡിയാണ്. ആഫ്രിക്കയുടെ അവിടെ ആയിട്ടായിരുന്നു കേട്ടോ ഈ ബീഫ് സ്റ്റിക്കിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നത്. ഫുഡിന് പേര് കേട്ടത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണെങ്കിലും അവിടെ വെറൈറ്റി പല രാജ്യങ്ങളിലുള്ള ഫുഡായിരിക്കും കിട്ടുക. അതല്ലാതെ എല്ലാ പവലിയൻസിൻ്റെ ഫ്രണ്ടിലായിട്ടും ഇഷ്ടംപോലെ ഷോപ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്ന് റൗണ്ട് അടിച്ചു, വിശദീകരിച്ചൊന്നും കാണാൻ നിന്നില്ല. കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് റൗണ്ട് അടിച്ച് വന്നപ്പോഴേക്കും ഞാൻ എന്താണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആ സാധനം കണ്ണിന് മുൻപിൽ വന്നിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് ഫ്രിഡ്ജിനകത്തും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടുള്ളതായ കാരണം ഒരു ഗ്യാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ലെമൺ സോർബേ കിട്ടുന്ന ഷോപ്പുണ്ട്. ഇത് മാംഗോ സോർബേ കിട്ടുന്നു പറഞ്ഞിട്ട് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഇവിടെ സ്റ്റിക്കി റൈസ് ഉണ്ടെന്ന് കണ്ടത്. അപ്പോൾ എന്തായാലും അതൊരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ തായ്ലാൻഡ് ട്രിപ്പ് പോകുന്ന കാലം തൊട്ടിട്ട് വളരെ ഫേമസ് ആൻഡ് വൈറലായിട്ട് ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പോൾ അത് ഇപ്രാവശ്യം ഇവിടുന്ന് കിട്ടുമെന്ന് നോക്കിയപ്പോൾ ഇതേപോലെ ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറേ പേര് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് വിചാരിച്ചതാണ് നമ്മൾ നിന്നാ പോകുന്നത് വെച്ചാൽ അപ്പോൾ കഴിക്കണമെന്ന്. അപ്പോൾ എന്തായാലും ഐറ്റം മിസ്സാക്കിയിട്ടില്ല. ആദ്യം വാങ്ങിക്കുമ്പോൾ ഒരു വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം റൈസ് അല്ലേ, റൈസും മാംഗോയും തേങ്ങാപ്പാലും അതെന്ത് മിക്സാണ്, എന്തായിരിക്കും അതിൻ്റെ കോംബോ എന്ന് അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഹസ്ബൻഡ് പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കുക, എന്നും ഒരേ സാധനം കഴിച്ചിട്ട് എന്താ കാര്യം, കഴിച്ച് നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഒരെണ്ണം ഓർഡർ കൊടുത്തിട്ടുണ്ട്. മാങ്ങ തന്നെ അതിൻ്റെ ഉള്ളിലെ സീഡ് എടുത്ത് കളഞ്ഞിട്ട് അതിനകത്തേക്കാണ് റൈസും, അത് തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തിട്ടുള്ള റൈസാട്ടോ. കുറച്ചും കൂടി ക്രീമോ തേങ്ങാപ്പാലോ അങ്ങനെ എന്തോ ഒഴിച്ചിട്ടുണ്ട്. മാംഗോൻ്റെ പീസസ് ഉണ്ട്, വാനില ഐസ്ക്രീം ഉണ്ട്, മാംഗോ ഐസ്ക്രീം ഉണ്ട്, പിന്നെ ഏതോ ഒരു പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ദാലില്ലേ, ദാല് വറുത്തത്, നമ്മുടെ പായസം വെക്കുന്ന പരിപ്പ് വറുത്തത്, ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ കോണ് തന്നിട്ടുണ്ട്, ഐസ്ക്രീം കോണ് തന്നിട്ടുണ്ട്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇലയും കാടും പടലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിച്ച് നോക്കി, നല്ലതായിരുന്നു. നമ്മുടെ ഒരു പായസം, ഐസ്ക്രീം, മാംഗോ മിക്സ്ഡ് ആ ഒരു എഫക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ആ പൂവ് ഞാൻ കഴിച്ചില്ല, എനിക്ക് എന്തോ കഴിക്കാനൊരു പേടി. ജോബിച്ചാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ടേസ്റ്റില്ലായ്മ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഒരു വട്ടമൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. നമുക്ക് കൂടുതലും ടേസ്റ്റിനേക്കാളും കൂടുതൽ കാണുന്ന ഭംഗിയാണല്ലോ. അപ്പോൾ കണ്ട് ആഗ്രഹിച്ച ഒരു സാധനം ടേസ്റ്റ് ചെയ്തു. ബാഡൊന്നും പറയാൻ പറ്റില്ല, അടിപൊളി സാധനമാണ്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. റൈസ് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കൊരു അരിപ്പായസോ അല്ലെങ്കിൽ പാലട പായസോ അത് ഐസ്ക്രീമും മാംഗോ ആയിട്ട് കഴിച്ച് എങ്ങനെ ഉണ്ടാവും ആ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. മാംഗോൻ്റെ പീസ് അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ, അതുകൊണ്ട് വായിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല. നമ്മൾ മെയിൻ സ്റ്റേജിൻ്റെ അവിടെ പോയിരുന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ കുറച്ച് നേരം അവിടെ നടക്കുന്ന പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തത് ബബിൾ ടീ ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ബോബ ടീ 54 നാഷണൽ ഡേനോട് അനുബന്ധിച്ചായ കാരണം അതിൻ്റെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളത്.
കളർ. ഡ്രോൺ ഷോ. Hãy subscribe cho kênh Ghiền Mì Gõ để không bỏ lỡ നമ്മൾ ബബിൾ ടീ വാങ്ങിക്കുന്നതിന് മുൻപ് സൗണ്ട് കേട്ടപ്പോൾ നമ്മൾ വേഗം കാണാനായിട്ട് നിന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ക്രീം ചീസ് ബോബ ടീ ഓപ്പൺ ചെയ്യുന്നത്. ചോക്ലേറ്റും ക്രീം ചീസും ആണ് മിക്സ് കൊള്ളാം, പക്ഷേ അതിൻ്റെ ബോബ എനിക്ക് അത്ര ഇഷ്ടമായില്ല. വലിയ സ്വീറ്റ്നെസ് ഒന്നുമില്ല. ഒരു കപ്പയാണല്ലോ ഈ ബോബ എന്ന് പറയുന്നത്, ഒരു കപ്പയാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിച്ചിട്ടുള്ളത് മാംഗോൻ്റെയും ബബിൾ ടീയും അതിനകത്ത് ബബിൾ പാഷൻ ഫ്രൂട്ട് വരുന്നു. അപ്പോൾ അതിങ്ങനെ കടിക്കുന്ന സമയത്ത് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിത് ഇഷ്ടമായില്ല. പക്ഷേ അതിനേക്കാളും റേറ്റ് കൂടുതലാണ് ഇതിന്, ക്രീം ചീസും ചോക്ലേറ്റ് ആയതുകൊണ്ട്. അതിലത്തെ വെള്ളവും, അതായത് ഷേക്കും ഓറിയോയും ഞാൻ കഴിച്ചു. ബോബ അത്ര താല്പര്യമില്ലാത്ത കാരണം ഒഴിവാക്കുക ചെയ്തത്. ഈ ഐറ്റത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ. സ്ട്രോബെറിയും നമ്മുടെ മുന്തിരിയൊക്കെ ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് അതിൽ റോൾ ചെയ്തിട്ട് ഐസിൽ മുക്കിയിട്ട് എടുക്കുന്ന ക്രിസ്റ്റലൈസ് ചെയ്യുന്ന പരിപാടിയില്ലേ. സാധനം വാങ്ങിച്ചില്ല, കണ്ടു. നമുക്ക് വീട്ടിലായാലും ചെയ്യാൻ പറ്റുന്ന സാധനമാണല്ലോ. അത് കഴിഞ്ഞ് നടന്ന് കാല് കഴിഞ്ഞപ്പോൾ ഒരു ഭാഗത്ത് ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ എമിറാത്തി ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോൾ കണ്ടേ. അവിടെ ഉണ്ടാക്കുന്നവർ എമിറാത്തീസ് ആണെന്ന് തോന്നുന്നു. അവർ മുഖമൊക്കെ ഫുള്ള് കവർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കണ്ടപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഇതൊരു എമിറാത്തി ഫുഡാണ്, അവരുടെ പ്രാചീന കാലത്തുള്ള ഒരു ഐറ്റമാണ്, ഫുഡാണ്. നമുക്ക് ഈ അച്ചപ്പം കുഴപ്പം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അതിൽ തന്നെ പിസ്താഷ്യോൻ്റെ ഫ്ലേവർ ഉണ്ട്, പ്യുവർ ഹണിയിലുണ്ട്, ചോക്ലേറ്റിലുണ്ട്, വൈറ്റ് ചോക്ലേറ്റിലുണ്ട്. അങ്ങനെ 4 മിക്സാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം വാങ്ങിക്കണോ വേണ്ടേന്നൊക്കെ വിചാരിച്ച് നിന്നു. കൂടുതൽ പേര് ഹണി മാത്രമായിട്ടൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പോകുന്ന പൊക്കല്ലേന്ന് വിചാരിച്ച് 4 ഫ്ലേവറും കൂടി മിക്സ് പറഞ്ഞു. അങ്ങനെ ഐറ്റം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊരു മാവാണ്. ആ മാവ് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അതിൻ്റെ മുകളിലാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഒഴിക്കുന്നത്. മാവ് എനിക്ക് കഴിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ പോലത്തെ ഒരു സാധനം, പക്ഷേ അതിനകത്ത് വേറെ ഒന്നും കടിക്കാനൊന്നുമില്ല, വെറും മാവിൻ്റെ ഒരു ബബിള്, ഒരു ഉരുള. അത് ഈ മിക്സിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ പുറമേ നല്ല ക്രിസ്പിനെസ്സും ഉള്ളിൽ സോഫ്റ്റുമാണ്. പ്ലസ് ഈ മിക്സിൻ്റെ മധുരം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു രസമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് എനിക്ക് അതിനേക്കാൾ ഇഷ്ടമായിട്ടുള്ളത് ഈ മിക്സാണ് കേട്ടോ. എല്ലാം സ്വീറ്റ് അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ആ മിക്സ് എല്ലാം കൂടി തോണ്ടി പിടിച്ച് കഴിച്ചിരുന്നു. അങ്ങനെ കാല് കടച്ചിലൊക്കെ മാറിയപ്പോൾ മെല്ലെ നടന്ന് ബസ് കയറി നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ഹാഫ് ഡേ എന്ന് പറയാൻ പറ്റില്ല, വൈകിട്ട് അവിടെയാണ് സ്പെൻഡ് ചെയ്തത്. ഇനി പവലിയൻസ് എല്ലാം കാണാൻ വേണ്ടി ഒരു ദിവസം പോകണം. അങ്ങനെ അപ്പോൾ ബായ്.